തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഡൽഹിക്ക് വിളിപ്പിച്ച കോൺഗ്രസ് നേതൃത്വം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും DCC ഓഫീസിൽ നടന്ന സംഘർഷത്തെക്കുറിച്ചും വിശദീകരണം തേടാൻ ദേശീയ നേതൃത്വം തീരുമാനിക്കുകയാണ്. അതേസമയം സംഘർഷത്തിൽ പങ്കാളികളായ കെ മുരളീധരൻ അനുകൂലികൾക്കെതിരെയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിലുണ്ടായ കലാപം ദേശീയ മാധ്യമങ്ങളിൽ പോലും വാർത്തയായിരുന്നു. പോസ്റ്റർ പ്രതിഷേധങ്ങളും DCC ഓഫീസിലെ ചേരിതിരിഞ്ഞുള്ള തമ്മിലടിയും പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി. ഈ സാഹചര്യത്തിലാണ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഡൽഹിക്ക് വിളിപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. ഇക്കാര്യം രഹസ്യമായി സൂക്ഷിച്ച ജോസ് വള്ളൂർ അടുപ്പമുള്ള DCC ഭാരവാഹികളെ പോലും അറിയിക്കാതെയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഡൽഹിക്ക് യാത്ര തിരിച്ചത്. AICC വർക്കിംഗ് കമ്മിറ്റി യോഗത്തിനായി ഡൽഹിയിൽ തങ്ങിയ കെ സുധാകരനെയും VD സതീശനെയും കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച ജോസ് വള്ളൂർ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതായും വിവരമുണ്ട്. എന്നാൽ DCC ഓഫീസിൽ നടന്ന സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം കാട്ടി തനിക്ക് പറയാനുള്ളത് വിശദീകരിച്ച ശേഷമാണ് ജോസ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം DCC ഓഫീസിൽ നടന്ന കയ്യാങ്കളിയിൽ പങ്കെടുത്ത ഒരു വിഭാഗം നേതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കെ മുരളീധരൻ അനുകൂലിയായ DCC സെക്രട്ടറി സജീവ് കുരീച്ചെറിയടക്കമുള്ള 8 പേർക്കെതിരെയാണ് എതിർ വിഭാഗത്തിന്റെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. മുഴുവൻ പ്രശ്നങ്ങളും ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഉണ്ടാക്കിയതിന് ഉത്തരവാദി താങ്കളാണ്. താങ്കളത് മറക്കേണ്ട. അത് മറച്ചു വെക്കാൻ വേണ്ടി, എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ഇത്തരം ആരോപണങ്ങൾ താങ്കളുടെ ശിങ്കടിയായ ഒരു പോക്സോ കേസ് പ്രതിയായ ഗോപാലകൃഷ്ണനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ ഇനി പ്രതികരിക്കാൻ വരുന്നതേയുള്ളൂ. മറുപടി പറയാൻ ബഹുമാന്യനായ ജോസ് തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ സജീവും സംഘവും മർദ്ദിച്ചു എന്ന പരാതിയിലാണ് കേസ്. സജീവ് കുരീച്ചെറിയും സംഘവും മദ്യപിച്ചെത്തിയാണ് ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് DCC ഇന്നലെ രാത്രിയിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.